നമ്മളിപ്പോ രണ്ട് കുട്ടികളെ ഏകദേശം ഒരേ പ്രായക്കാരാവുമ്പോഴത്തേക്കും നമുക്ക് പലരും പറയും ആ ഒരേ സമയത്ത് അവരങ്ങ് വളർന്നു പൊക്കോളും, പിന്നെ കുഴപ്പമൊന്നുമില്ല എന്ന് പറയും. വേറെ ചിലർ പറയും ആ മൂത്ത കുട്ടിക്ക് ചിലപ്പോൾ കുറച്ച് കോംപ്ലക്സ് ആവും, ഇത്രയും പ്രായ വ്യത്യാസം, ഒരാളെ ഭയങ്കരമായിട്ട് സ്നേഹിക്കുന്നു. ഈ പ്രശ്നം എപ്പോഴെങ്കിലും നേരിട്ടിട്ടുണ്ടോ? നമ്മൾ ഡെലിവറി കഴിഞ്ഞ് വന്ന സമയത്തുണ്ടായിരുന്നു ആത്മജ അൺയൂഷ്വൽ ആയിട്ടായിരുന്നു ബിഹേവ് ചെയ്തിട്ടുണ്ടായിരുന്നു. അതുവരെ വളരെ പഞ്ചപാവമായിരുന്നു. അതായത് എല്ലാത്തിനും ചേർന്ന് നിൽക്കുന്ന ആത്മജയായിരുന്നു. മാഷ് എന്ത് പറഞ്ഞു കഴിഞ്ഞാലും അപ്പം റെഡി ആയിട്ട് നിൽക്കുന്ന ആളായിരുന്നു. പക്ഷേ വീട്ടിൽ വന്നപ്പോഴത്തേക്കും ആളുടെ സ്വഭാവമൊക്കെ ഒന്ന് മാറി. ഉറങ്ങുന്നില്ല രാത്രി 3 മണിയായാലും 4 മണിയായാലും ആത്മജ ഉറങ്ങില്ല. കരച്ചിൽ, വാശി, ഇതൊക്കെ കൂടി. അപ്പം നമ്മളുടെ 3 പേരുടെ ഇടയിൽ ഒരാൾ വന്നത് ആൾക്ക് അക്സെപ്റ്റ് ചെയ്യാൻ ബുദ്ധിമുട്ടുണ്ടായിരുന്നു. പക്ഷേ ഞങ്ങൾ പോസ്റ്റ്മോർട്ടം ട്രീറ്റ്മെൻറ്റ് ഞങ്ങൾ പോസ്റ്റ്നൈറ്റൽ ട്രീറ്റ്മെൻറ്റിന് പോയപ്പോഴാണ് മനസ്സിലാക്കിയത്. അവിടെ ചെന്നപ്പം അവിടെ വന്നിരിക്കുന്ന എല്ലാവർക്കും ഈ 1.5-2 വയസ്സിൻ്റെ ഗ്യാപ്പിലുള്ളവരാണ് ആ സമയത്ത് ട്രീറ്റ്മെൻറ്റ് വന്നത്. അപ്പം അവർ പറഞ്ഞ അപേക്ഷിച്ച് നോക്കിയപ്പോൾ ഞങ്ങൾ വിചാരിച്ചു നോക്കി ആത്മജ ഫാർ ബെറ്റർ ആണ്. അവര് കുട്ടീനെ ഫുൾ ഉപദ്രവം തുടക്കത്തില് ഞാനിങ്ങനെ ഇതൊക്കെ പഠിച്ച് പേരന്റിങ് പഠിച്ചിട്ടിരിക്കുക. അപ്പൊ തുടക്കത്തില് അകത്തൊരു വാവയുണ്ട്, വരും, ഇതെല്ലാം ഞാൻ ഇങ്ങനെ ഇഞ്ചക്ട് കാരണം ഒരു സുപ്രാത്തി പെട്ടെന്ന് വരുമ്പോ അവൻ അക്സെപ്റ്റ് ചെയ്തു. വയറി തൊട്ട് നോക്ക്, വിളിക്ക് വാവേനെ എന്ന് പറഞ്ഞൊരു ട്രെയിനിങ് നടത്തി കൊണ്ടുവന്നു. അപ്പൊ ഇപ്പോഴും ചില പ്രത്യേക സാഹചര്യങ്ങൾ ഒഴിച്ച ആൾ ഓക്കെയാണ്. അവൻ നിൽക്കുന്ന സമയത്ത് ഞാൻ ഒരുപാട് വാവേനെ സ്നേഹിച്ചാൽ മാത്രം ഞാൻ ഇവിടെ ഉണ്ട്. ഇപ്പൊ വീണ വന്നപ്പോഴും നോക്കി എടുത്തപ്പോഴത്തേക്ക് പുള്ളി വന്നില്ല. ആദ്യം അറ്റൻഷൻ ആത്മജയ്ക്ക് കിട്ടണം എന്നുള്ളത് ഞാനിവിടെ ഉണ്ട്, എന്നെ കൂടെ നോക്കണം അല്ലേ?